ഞാനിപ്പോൾ ഉള്ളത് ഞാൻ എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്ത കമ്പനീൻ്റെ ഓണറായിട്ടുള്ള അഷ്റഫ് ഖാൻ്റെ ഒപ്പമാണ്. ഏകദേശം 11 വർഷമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നടത്തി പരിചയമുള്ള ഒരാളാണ് ഞാൻ. ഏകദേശം 2017 അഷ്റഫ് ഖാൻ്റെ കമ്പനി ആയിട്ടുള്ള ബ്രാൻഡ് ക്രോസ് എൻ്റെ സ്ഥലമായിട്ടുള്ള വേങ്ങരയിലാണ് ഞാൻ എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഹലോ അഷ്റഫ് ഖാൻ, പിന്നെ സുഖമല്ലേ? സുഖം. എന്തായാലും ഞാനും എൻ്റെ ഒരു ഏജൻസി കരിയർ സ്റ്റാർട്ട് ചെയ്ത് അല്ലേ, ഒരു 2017 ഞാൻ ഏജൻസി തുടങ്ങുന്ന സമയത്ത് തന്നെ എൻ്റെ ടീമിലുള്ള ഫസ്റ്റ് ബാച്ച് ഓഫ് ടീമേറ്റ്സ് ആണ് ഫസിയ. അതിൻ്റെ ശേഷം ഒരുപാട് മേഖലകളിൽ ഗ്രോ ചെയ്തും അച്ചീവ് ചെയ്ത് കാണുന്നതിൽ വളരെ സന്തോഷം. ഒരു ഇത്രയും കാലമുള്ള ഏജൻസി 2017 ഞാൻ അഷ്റഫ് ഖാൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തത്. അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നടത്തിയെന്ന ആ ഒരു എക്സ്പീരിയൻസിന് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? അഥവാ ഇപ്പോൾ ഞാൻ ഒരുപാട് കാലമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ പല സ്റ്റുഡൻസും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എങ്ങനെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യാം? എന്നോട് ചോദ്യത്തിനേക്കാളും നല്ലത് അഷ്റഫ് ഖാനെ പോലെയുള്ള ആളുകളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ അവർക്കും കൂടിയും ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏജൻസി സ്റ്റാർട്ട് ചെയ്യാൻ ബേസിക്കലി നമുക്ക് വേണ്ടത് ഫിനാൻസ് വേണം. അപ്പോൾ ഏറ്റവും നല്ലത് കുറച്ച് ക്ലയൻസിന്, ഇപ്പോൾ ഒരുപാട് ഏജൻസീസ്, ഇഷ്ടംപോലെ ഏജൻസീസ് പുറത്തുണ്ട്. ഏറ്റവും നല്ലത് കുറച്ച് ക്ലയൻസിന് നമുക്ക് ഓൺബോർഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഓഫീസോ സെറ്റപ്പോ ടീമിനൊക്കെ ഹയർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ക്ലയൻസിനെ ഓൺബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. റൈറ്റ് സ്കില്ലും റൈറ്റ് നോളജും. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ, ഏജൻസി ആണെങ്കിലൊക്കെ ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഒരു ബിസിനസ് ഒബ്വിയസ്ലി ഇറ്റ് ഈസ് കണക്റ്റിംഗ് ദ ഡോട്ട്സ്. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് നോളജ് ഉണ്ടെങ്കിലാണ് അത് ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഫിനാൻസ് ആവാം, പീപ്പിൾ മാനേജ്മെൻറ്റ് ആവാം, അങ്ങനത്തെ ബന്ധപ്പെട്ട പരിപാടികളൊക്കെ നമ്മൾ പഠിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ കുറച്ച് പഠിച്ചെടുക്കുക. പിന്നെ ഏജൻസിയിലേക്ക് വരുമ്പോൾ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മളൊരു ഓഫീസും അല്ലെങ്കിൽ ഒരു ടീമിനൊക്കെ പേറോൾ വെക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് വർക്കുകൾ ഓൺബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, ഫ്രീലാൻസ് ആയിട്ട്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. എന്നിട്ട് കീ ആയിട്ടുള്ള പൊസിഷൻസിലേക്ക് നമ്മൾ വളരെ സ്മാർട്ടായിട്ടുള്ള ആളുകൾ എടുക്കുക എന്നുള്ള. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആളുകൾ, ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് ഒരുപാട് വേണ്ട. സ്മാർട്ടായിട്ടുള്ള ടെക്നോളജിനോടും എഐനോടൊക്കെ താല്പര്യമുള്ള, പഠിച്ചെടുക്കാൻ താല്പര്യമുള്ള, ട്രെയിനബിൾ ആയാൽ മതി. ബേസിക്കലി ട്രെയിനബിൾ ആയിട്ടുള്ള കുറച്ച് കീ റിസോഴ്സുകൾ കിട്ടുക എന്നുള്ളതും കൂടെയാണ്. അതുകൊണ്ടെന്നുണ്ടെങ്കിൽ ഏജൻസി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം, കൂടുതൽ വർക്കുകൾ ഓൺബോർഡ് ചെയ്യാനും പറ്റും. ഏജൻസി വേങ്ങരയിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നതും ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി സ്റ്റാർട്ടും ചെയ്യും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? അതായത് ഒരുപാട് മാറ്റങ്ങൾ, എല്ലാ രീതിയിലും എല്ലാ ആസ്പെക്റ്റുകളും മാറ്റങ്ങൾ വന്നു. ആ സമയങ്ങളിലൊക്കെ ആളുകൾ കണ്ടന്റ് കൺസ്യൂം ചെയ്ത രീതി ഇപ്പം ഭയങ്കരമായിട്ട് മാറി അല്ലേ. അന്ന് നമുക്ക് കൂടുതലും ഇപ്പോൾ പറയുകയാണെങ്കിൽ കുറച്ചൊരു 5 കൊല്ലം മുമ്പ് വരെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും പോസ്റ്റേഴ്സ് ആയിരുന്നു മെയിൻ. ഇപ്പോൾ ടോട്ടലി ആ ഒരു ഫോർമാറ്റ് മാറിയല്ലോ, ഷോർട്ട് ഫോം വീഡിയോസിലേക്ക് മാറി. അല്ല, ആളുകളുടെ അറ്റൻഷൻ സ്പാൻ തന്നെ ഭയങ്കരമായിട്ട് മാറി. ആള് ഒരു പണിയില്ലാതെ ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും റീല് സ്ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ സ്ക്രോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഹുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആൾക്കാർ നിൽക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കോണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റുകളാവണം, എന്നെങ്കിൽ മാത്രമേ അതിനകത്ത് ആക്ഷൻ എടുക്കുകയുള്ളൂ, റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ പീപ്പിൾ കൺസ്യൂം കണ്ടന്റ് എന്നുള്ള രീതിയിൽ സാധനം ആ ഒരു വേ മാറിയതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന, ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കണ്ടന്റിനകത്തും സ്ട്രാറ്റജികൾ നമ്മൾ കാര്യമായിട്ട് മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞ പോലെ AI ആണ്. AI വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ 2017 ആ സമയത്ത് ഇത് സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് ഞാൻ എൻ്റെ ജോലി എന്താണെന്ന് പലരും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇല്ല, അതിലോട്ടാണ് ആളുകൾ പോയത്. അപ്പോൾ അന്നത്തെ കാലത്ത്, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അന്നത്തെ കാലത്ത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു ഏജൻസി ആണ് എന്നൊക്കെ എങ്ങനെ, ആ ഒരു രീതിയിൽ എങ്ങനെ ക്ലയൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്? അല്ല, ആ ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ അന്നും ഇന്നും ആകെ വേണ്ടത്, ഒരു ക്ലയൻറ്റ് ഒരു ഏജൻസിയിലേക്ക് വരുന്ന സമയത്ത് അവർക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അവർക്കൊരു പെയിൻ പോയിന്റ് ഉണ്ടാവും, ഒരു കൺസേൺ ഉണ്ടാവും. അതൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നുണ്ട്. അതാണ് മാർക്കറ്റിങ്ങിൻ്റെ ബേസിക്സ് അല്ലേ. അതിനകത്ത് മാറ്റമല്ല കേട്ടോ. അത് അന്നാണെങ്കിൽ എന്നാണെങ്കിലൊക്കെ ഒരു ക്ലയൻറ്റ് വരുന്ന സമയത്ത് അവരുടെ ഒബ്ജക്റ്റീവ് വളരെ ക്ലിയർ ആയിരിക്കും. അതല്ലെങ്കിൽ ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റീവ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഡിറൈവ് ചെയ്തിട്ട് അതിനുള്ള ഒരു പ്രോബ്ലം സോൾവിങ് എന്താണ്, അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക.
അതിലേക്ക് വേണ്ട പ്ലാൻ ഓഫ് ആക്ഷൻസ് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി. അതിനകത്ത് മാറ്റമൊന്നുമില്ല. അത് അന്നാണെങ്കിൽ എന്താണെങ്കിലും ക്ലയൻറ്റിൻ്റെ പ്രശ്നം നമ്മൾ കണ്ടെത്തുക, ഐഡൻറ്റിഫൈ ചെയ്യുക, സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്, അഥവാ ഞാൻ ഒരുപാട് ക്ലയൻസിന് എടുക്കലുണ്ട്, ഫ്രീലാൻസ് ആയിട്ട് ഞാൻ ഒരുപാട് ക്ലയൻസിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഏജൻസി എന്നുള്ള നിലയ്ക്ക് ഏജൻസിയിൽ ടീം ലീഡായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. എടുക്കുമ്പോഴേ ഏജൻസി പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലയൻസിനെ പിച്ച് ചെയ്യുമ്പോൾ നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് ഇപ്പോൾ? ബേസിക്കലി ചാലഞ്ചസ് പറഞ്ഞാൽ പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് ബേസിക്കലി വേണ്ടത്. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലയൻറ്റിനെ പറ്റിയിട്ട് പ്രോപ്പർലി പഠിച്ചിട്ടുണ്ടാവണം. അവർക്ക് നമുക്കൊരു ബ്രീഫ് തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ബ്രീഫ് അല്ലെങ്കിൽ നമ്മൾ അവരെ കമ്പനീനെ പറ്റി പഠിച്ചിട്ട് പോകണം. അത് നമുക്ക് എങ്ങനെ അവരെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും, ഏതൊക്കെ, അതായത് അതിന് അവർക്കൊരു കോൺഫിഡൻസ് നമ്മളെങ്ങനെ കൊടുക്കാൻ പറ്റും. ബേസിക്കലി പീപ്പിൾ ബൈ പീപ്പിൾ ഫസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ സർവീസ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളിൽ അവർ കൺവിൻസ്ഡ് ആവണം. അപ്പോൾ അതിന് നമ്മൾ അവരെ പറ്റിയിട്ട് പ്രോപ്പർലി പഠിച്ചിട്ടുണ്ടാവണം. അവരെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരെന്താണ് നമ്മുടെ അടുത്ത് ഒബ്ജക്റ്റീവ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ പ്രോപ്പർലി പഠിച്ചിട്ട് പിച്ചിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കാണിക്കേണ്ടത് നമുക്ക് കോൺഫിഡൻസ് വരുന്ന വേറെ സാധനം നമ്മളെ പോർട്ട്ഫോളിയോ ആണ്. നമ്മൾ നിങ്ങളെപ്പോലത്തെ അല്ലെങ്കിൽ ഇതേപോലത്തെ ഇത്ര ബിസിനസ്സുകൾക്ക് നമ്മൾ സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതാണ്, അതിൻ്റെ ഡാറ്റ ഇതാണെന്ന് പറയുമ്പോൾ കൺവേർട്ട് ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ബേസിക്കലി അതെ, അത് രണ്ടുമാണ് നമുക്ക് കോൺഫിഡൻസ് തരുന്ന ഫാക്ടേഴ്സ്. ഞാൻ ആ വർക്ക് ചെയ്യേണ്ട സമയത്ത് ഈ സ്ഥാപനത്തിൻ്റെ പേര് ബ്രാൻഡ് ക്രോസ് എന്നാണ്. ഇപ്പോൾ വേങ്ങരായിരുന്നു, അഥവാ മലപ്പുറത്തുള്ള വേങ്ങരായിരുന്നു. പിന്നെ അതെന്ത് ചെയ്തു, കോഴിക്കോടേക്ക് മാറ്റി. പക്ഷെ കോഴിക്കോട് മാറിയപ്പോഴെന്ത് ചെയ്തു, അതിൻ്റെ പേര് നേരെ ഹൗക്സി എന്നുള്ള ഒരു പേരിലോട്ട് മാറി. അതിൻ്റെ ആ ഒരു ഇതെന്താണ്, അങ്ങനെ ഒരു ഏജൻസിന്റെ പേരിൽ അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആണോ, എന്താണ് പേര് എന്നുള്ളതിനപ്പുറത്തേക്ക് ദ വേ വി ആഡ് വാല്യൂസ് എന്നുള്ള സംഭവമാണ് മേജറിൽ ഉള്ളത്. എന്നാലും ഞാൻ പേരിന്റെ കഥ ഞാൻ പറയാം. നമ്മൾ ഒന്നാമത് അങ്ങോട്ട് കോഴിക്കോടേക്ക് മാറാണ്ട് അതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ വേങ്ങര പോലത്തെ ഒരു സ്ഥലത്ത് നമുക്ക് റിസോഴ്സുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആളുകൾ കിട്ടാന്നുള്ളതിന്റെ ബുദ്ധിമുട്ടുണ്ടായത് കാരണമാണ് പെട്ടെന്ന് അങ്ങോട്ട് മാറാനുള്ള തീരുമാനം എടുത്തിരുന്നത്. പിന്നെ കുറച്ചുകൂടി ബിഗ് സ്പേസ് എന്നുള്ളതും കൂടെ. പേര് പറഞ്ഞ പോലെ ബ്രാൻഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് കാക്കയാണ്. അത് കുറച്ചും കൂടെ വലിയ ബേർഡാണ്. ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുന്ത്, കുറച്ചും കൂടെ ഉയരത്തിൽ പറക്കും, കുറച്ചും കൂടെ ഷാർപ്പായിട്ടുള്ള കണ്ണുകളുണ്ട് എന്നൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു ആക്ച്വലി. അതാണ് പേര് മാറ്റിയിട്ട് ഹോക്സി എന്നുള്ള പേരിലാക്കിയത്. ഈ വേങ്ങര പറഞ്ഞ ഈ ഒരു ടൗണിൽ നിന്നാണ് കോഴിക്കോട് പറഞ്ഞ ഈ ഒരു വലിയ സിറ്റിയിലോട്ട് മാറിയത്. അപ്പോൾ ഇപ്പോൾ പലരും എനിക്ക് തന്നെ അറിയാം, ഒരുപാട് കോട്ടക്കൽ, വേങ്ങര, നമ്മളെ നാടിൻ്റെ അടുത്തായിട്ടുള്ള ചമ്മാട്, ആ ഭാഗത്തൊക്കെ പല ഏജൻസികളും സ്റ്റാർട്ട് ചെയ്യും. അത്യാവശ്യം വലിയൊരു ഏജൻസി ആയി കഴിഞ്ഞാൽ അവരൊന്നെങ്കിലും എന്ത് ചെയ്യും, IT പാർക്ക്, കിൻഫ്ര, സൈബർ പാർക്ക്, അല്ലെങ്കിൽ കോഴിക്കോട് ലൊക്കേഷൻസ് എവിടെയെങ്കിലുമൊക്കെ അവർ എക്സ്പാൻഡ് ചെയ്യും. അതിനുള്ള കാരണം എന്താണ്, ഈ ഏജൻസികൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം, മെയിൻ കാരണം എന്തായിരിക്കും? രണ്ട് കാരണങ്ങളായിരിക്കും ഉണ്ടാവുക. എൻ്റെ ഒരു തോട്ട് പ്രോസസ് എനിക്ക് മോസ്റ്റ്ലി ലൈക്ക് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ റിസോഴ്സുകൾ കിട്ടാൻ നല്ലത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും റിമോട്ടായിട്ടുള്ള സ്ഥലത്തു നിന്ന് വേങ്ങരയിൽ നിന്ന് അല്ലെങ്കിൽ കോട്ടക്കൽ നിന്ന് നമുക്ക് കോഴിക്കോടേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ ആളുകൾ കിട്ടും. ചിലപ്പോൾ കുറച്ച് കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ കിട്ടുമായിരിക്കാം, ബാംഗ്ലൂർ അതിനേക്കാളും കിട്ടുമായിരിക്കും. അതൊരു റീസൺ ആണ്. പിന്നെ ചിലപ്പോൾ ലൊക്കേഷൻ മാറുമ്പോൾ നമുക്ക് ആ ഒരു സറൗണ്ടിങ്സിലുള്ള ക്ലയൻസിനെ പിച്ച് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ ബജറ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുക ചിലപ്പോൾ അവിടുത്തെ ക്ലയൻസിനാണ്. അതൊരു റീസൺ ആവാം. ചിലപ്പോൾ അവിടെ ബേസ് ചെയ്തിട്ടുള്ള കമ്പനി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ആ ഏരിയയിലുള്ള ക്ലയൻസിന് കിട്ടുമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ വലിയ ബിസിനസ് പാർക്കുകളിലേക്ക് ആളുകൾ പോകുന്നതിന് ഒരു വർക്ക് കൾച്ചർ നോക്കുന്ന റിസോഴ്സുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവാന്നുള്ള സാധനം കൂടെ ഉണ്ട് അതിനകത്ത്. അഷ്റഫ് അത് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. അഥവാ വേങ്ങരന്ന് എന്ത് ചെയ്തു, കോഴിക്കോട്ട് ഏകദേശം 2018 സമയത്താണ് കോഴിക്കോട്ടേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഈ എക്സ്പീരിയൻസ് അവിടെ, അഥവാ വേങ്ങരനിൽ നിന്ന് കോഴിക്കോട്ടേക്ക് റീലൊക്കേറ്റ് ചെയ്തപ്പോൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം? എല്ലാം അതേപോലെ തന്നെ എനിക്ക് റിട്ടേൺ കിട്ടിയത്. ഒന്ന്, റിസോഴ്സുകൾ കണ്ടെത്താൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരുന്നു. രണ്ട്, കുറച്ചും കൂടെ വലിയ ബ്രാൻഡുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റി. അത് രണ്ടും വലിയ രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അത് അന്നത്തെ സമയമാണ്. ഇപ്പോൾ ഇതേപോലെയുള്ള ഒരു ചെറിയ ടൗണിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യണതിൽ അന്നത്തെ ആ ഒരു സാഹചര്യം തന്നെയാണോ? എന്താണ് അഷ്റഫ് ഖാൻ്റെ അഭിപ്രായം എന്താണ്? ആക്ച്വലി കുറച്ച് മാറ്റങ്ങൾ അതിനകത്തുണ്ട്. കാരണം നല്ല റിസോഴ്സുകൾ വർക്ക് ഫ്രം ഹോം ആയിട്ടും റിമോട്ടായിട്ടും അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പോവാതെ ബിസിനസ് ചെയ്യുന്നവരാണ് വലിയ വിളംബരം എന്നുള്ളതാണ്. അപ്പം ഡിപ്പെൻസ് ആണ്.
പോസിബിളാണ്. വലിയ റിസോഴ്സ്, വലിയൊരു ഓഫീസും വലിയൊരു ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ഏജൻസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പോസിബിളാണ്. അപ്പോൾ ഈ ഏജൻസി ഒരുപാട് റിസോഴ്സ് പ്രാധാന്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റിസോഴ്സിനെ എങ്ങനെ കണ്ടെത്താം, നല്ല ടാലൻസിനെ എങ്ങനെ കണ്ടെത്താനുള്ള വഴികൾ എന്തെങ്കിലും ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിക്ക് ബേസിൽ? നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു അപ്പർ ഹാൻഡ് നമുക്ക് വേണ്ട ഒരു നിഷ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് പോർട്ട്ഫോളിയോ നോക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളൂ. പിന്നെ ഇപ്പോൾ മൾട്ടി ടാലൻറ്റഡ് ആയിട്ട് ആൾക്കാരെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. കാരണം AI-നോടൊരു റിലക്റ്റൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ടെക്നോളജി അത്ര അഡാപ്റ്റീവ് അല്ലാത്ത ആൾക്കാരെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ മെത്തേഡുകൾ ഉണ്ടല്ലോ റൈറ്റ് സോഴ്സുകൾ കണ്ടെത്താൻ. ഓക്കെ, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഓണർ അല്ല, എന്നാൽ കൂടിയും മൾട്ടിപ്പിൾ സ്ഥാപനത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ലീഡായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊക്കെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവരെ കൊടുത്ത് വളർത്തി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും എന്ത് ചെയ്യും, അവർക്ക് വേറെ ഒരു സ്ഥലത്ത് നിന്ന് വലിയൊരു ഓഫർ കിട്ടും, അവർ പോകും. അത് സ്വാഭാവികമായിട്ടും എല്ലാ ഏജൻസി ഓണേഴ്സിനും വരുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ അതിനൊക്കെ എങ്ങനെ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണ്? അതൊരു എല്ലാ ബിസിനസ്സിലുള്ളൊരു ബോൾട്ടണക്കാണ്. അത് എനിക്ക് തോന്നുന്നു ഏജൻസിയിൽ ഭയങ്കര കൂടുതലായിട്ടുണ്ട്. കാരണം നമ്മളൊരാളെ ഹയർ ചെയ്ത് റിക്രൂട്ട് ചെയ്ത് അയാൾക്ക് ട്രെയിനിങ് ഇതൊക്കെ കൊടുത്ത് അയാളൊരു വർഷം 1.5 വർഷമൊക്കെ ആയി സെറ്റായി കഴിയുമ്പോഴേക്ക് മാറുന്നൊരു ടെൻഡൻസി പൊതുവേ ഉണ്ട്. അത് നമുക്കതിനകത്തൊന്നും ചെയ്യാനില്ല. പക്ഷേ അവരെ നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് മെച്ചം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് വേണ്ട കുറച്ച് പേർക്സ് കൊടുക്കാൻ നോക്കുക, നിലനിർത്താൻ നോക്കുക എന്നുള്ള. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല. ബോണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നും വാലിഡ് അല്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നിലനിർത്തി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻപുട്ട് അല്ല ഔട്ട്പുട്ട് കിട്ടാനും സാധ്യത കുറവാണ്. അപ്പം നിലനിർത്തി കഴിഞ്ഞാൽ നമുക്കും കൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്ന ആൾക്കാർ നമ്മൾ നിലനിർത്താനുള്ള പേർക്സും പ്രിവിലേജസും അലവൻസസും ഒക്കെ കൊടുക്കുക എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഞാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഏകദേശം 1000-ഓളം മെമ്പേഴ്സിന് ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏജൻസി തുടങ്ങാൻ പോകുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രീലാൻസിങ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്ലയൻസിന് എങ്ങനെ പാക്കേജ് പ്രൈസിങ് റെഡി ആക്കൽ, എങ്ങനെ ഒരു പ്രൈസിങ് നിശ്ചയിക്കൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിലൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. എന്നാൽ കൂടിയും കുറച്ചും കൂടിയും ഇത്രയും ഏജൻസി 11 വർഷമായിട്ട് ഏജൻസി റൺ ചെയ്യുന്ന ആളെന്നുള്ള നിലക്ക് അതിനുള്ള കറക്റ്റ് ഒരു ഉത്തരം അഷറഫൊക്കെ പറയാൻ പറ്റും. എന്താണ് പറയാനുള്ളത്? ഫ്രീലാൻസേഴ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് എക്സ്പെൻസ് കുറവാണ്. അതെ, അത് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഏജൻസിക്ക് ആ പ്രൈസ് ഒന്നും കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഏജൻസിയുടെ പ്രൈസ് ഫ്രീലാൻസേഴ്സിനെ ചാർജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവരത് ചാർജ് ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഏജൻസികളുടെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏജൻസീൻ്റെ ഒരുപാട് എക്സ് ഫാക്ടേഴ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അനുസരിച്ചിട്ടാണ് അവരെ പ്രൈസിങ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കോട്ടക്കലുള്ള ഒരു ഏജൻസിയുടെ എക്സ്പെൻസുകളായിരിക്കില്ല ഒരിക്കലും കോഴിക്കോടുള്ള ഒരു ഏജൻസിക്ക് ഉണ്ടാവുക. അവിടെയുള്ള റിസോഴ്സുകൾക്കുള്ള പേയ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം, റെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം, ബാക്കി എല്ലാ ബന്ധപ്പെട്ടുള്ള യൂട്ടിലിറ്റീസും ഡിഫറെൻ്റ് ആയതുകൊണ്ട് അവർ സെറ്റ് ചെയ്യുന്ന മിനിമം ബജറ്റിൽ ഇപ്പോൾ വേറെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ബെഞ്ച് മാർക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും മിനിമം ഒരു ബജറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു അഭിപ്രായമുണ്ട് പൊതുവെ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇത് എന്നുള്ള ഇതിൽ പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ എക്സ്പെൻസുകളൊക്കെ എത്രയാണ് അതിൻ്റെ മൾട്ടിപ്പിൾ ടൈം എത്ര X 5X 6X കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ സേവിങ്സിലേക്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു പെർട്ടിക്കുലർ ബെഞ്ച് മാർക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞാനിങ്ങനെ കുറച്ച് പേഴ്സണൽ ബ്രാൻഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി എനിക്ക് കുറച്ച് എൻക്വയറി ഒക്കെ വരലുണ്ട്. അപ്പോൾ എന്നെ അറിയുന്ന പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്തതാണ്, ഞാൻ റിസൾട്ട് ഇല്ല, ഈ ഏജൻസിക്ക് കൊടുത്തു, എനിക്ക് താങ്ങാൻ കഴിയാത്ത വർക്കുകളൊക്കെ ഞാൻ അവരോട് പറയും ഏജൻസിക്ക് കൊടുത്തോളൂ, അല്ലെങ്കിൽ ഞാനൊരു ഏജൻസിൻ്റെ ഒരു പാർട്ടും കൂടിയാണ്. അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുമ്പോഴേക്കും അവർ പറയും ഏജൻസിക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പൊതുവെ ചില ഏജൻസികൾക്ക് കൊടുക്കാന്നുള്ള ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആളുകളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് രണ്ട് രീതിയിലുണ്ട് ആക്ച്വലി. അപ്പോൾ ഏജൻസികൾ കുറേ കമ്പനികൾക്ക് ഇതേപോലെ ഏജൻസിക്ക് വർക്ക് കൊടുത്തിട്ട് കൈ പൊള്ളിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര കാലം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 1 മാസം എന്നുള്ളതായിരിക്കും പറയാം. അപ്പോൾ 1 മാസം കൊണ്ട് അവർ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ നമുക്ക് എല്ലാം സമ്പൂർണ്ണമായി എത്ര ബജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബജറ്റായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ 2 റീസൺസ് കൊണ്ടാണ് ഒട്ടുമിക്ക ആൾക്കാരെയും കൈ പൊള്ളിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഇനി റിയലിസ്റ്റിക് ആയിട്ടും ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാവാം. ഒരു ഷുവർ ഷോട്ട് എന്നുള്ള ഇതിൽ ഇപ്പോൾ പറയാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. അപ്പം ഒരു ക്ലയൻറ്റ് സൈഡിൽ ഒരാളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജൻസിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് അത് റൈറ്റ് ഏജൻസി ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം അതിനെ പറ്റിയിട്ട് പഠിക്കുക.
അവരെ പോർട്ട്ഫോളിയോ നോക്കാം, അവർ നമ്മളെ കാറ്റഗറിനകത്ത് എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ റിസൾട്ടുകൾ ചെയ്തിട്ടുണ്ട് നോക്കിയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം ഡ്യൂറേഷനിലേക്ക് മാർക്കറ്റിങ്ങിന് അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. സമയം കൊടുത്ത് വിശ്വസിച്ച് ഏൽപ്പിക്കുക. 2 പ്രോപ്പറായിട്ടുള്ള ബഡ്ജറ്റ് മാർക്കറ്റിങ്ങിനകത്ത് ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. അത് രണ്ടും ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൈ പൊള്ളും. കാരണം ബഡ്ജറ്റ് കുറവായിരിക്കും. ബഡ്ജറ്റ് ഇല്ലാണ്ട് ഏജൻസി വർക്ക് ടേക്കപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവർ കൊടുത്തിട്ടുള്ള സമയം ഇപ്പോൾ 1 മാസം 2 മാസമുള്ള റിസൾട്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതാണ് ഒരു വസ്തുത. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് ചോദിക്കാം, അവരെ ഒരു സൈഡിൽ നിന്നിട്ട് ഞാൻ ചോദിക്കാണ്, റൈറ്റ് ഏജൻസിനെ എങ്ങനെ കണ്ടുപിടിക്കാം? റൈറ്റ് ഏജൻസിനെ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് നമ്മളെ ബിസിനസ്സിൻ്റെ ഔട്ട് ഓഫ് മാർക്കറ്റിംഗ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് നോക്കുക. അതേപോലെ നമ്മുടെ ബിസിനസ് ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലുള്ള ഒരു ക്ലയൻറ്റാണ്. അപ്പോൾ ആ ഒരു ഫുഡ് ഇൻഡസ്ട്രീനകത്ത് നല്ല പോർട്ട്ഫോളിയോ ഉള്ള ഏജൻസി ഏതാണെന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഏജൻസികൾ അവരെ വർക്കുകൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ടീമിൻ്റെ സ്ട്രെങ്ത് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ. അത് വെച്ചിട്ട് വർക്ക് കൊടുക്കുക എന്നുള്ളതല്ല. അല്ലാണ്ട് നമ്മൾ കൊടുത്തിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് 1 മാസം കൊണ്ട് നിർത്തുക എന്നുള്ളൊരു സംഭവം ചെയ്യരുത് എന്നുള്ളതാണ് ആക്ച്വലി. ഇപ്പോൾ ഞാനൊക്കെ നേരിടുന്ന ഒരു ഇഷ്യൂ ആണ് ഇൻസ്റ്റന്റ്. അത് ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഏതൊരു ക്ലയന്റിനും പെട്ടെന്ന് റിസൾട്ട് വേണം എന്നുള്ള ഒരു ഇതാണ്. ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നിട്ട് അവരോട് സംസാരിക്കലുണ്ട്. പക്ഷെ ഇൻസ്റ്റന്റ് റിസൾട്ട് എന്നുള്ള ഇതാണ് ഒരു ഭൂരിഭാഗം ക്ലയൻസിന് വേണ്ടി വരിക. അപ്പം അങ്ങനത്തെ ഒരു ചലഞ്ചിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നത്? ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഓണർ എന്നുള്ള ഒരുപാട് ക്ലയൻസുകളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ക്ലയൻസിനെ അറിയുന്നുണ്ടാവില്ല ഒട്ടുമിക്ക ആൾക്കാർക്കും, ചിലപ്പോൾ അതായിരിക്കാം. അങ്ങനെ ഒരു സംഭവം ഇതിനകത്തില്ല എന്നുള്ളത്. ഓവറിനായിട്ട് സംഭവിക്കുന്ന സാധനമല്ല മാർക്കറ്റിംഗ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അത് പറഞ്ഞിട്ട് ക്ലയൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ആകെ ചെയ്യാനുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഇതിനകത്തില്ല. അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടും മനസ്സിലാവാതെ വർക്ക് ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പീസ് ഓഫ് മൈൻഡ് പോയി അവിടെ. അതുകൊണ്ട് ഏറ്റവും നല്ലത് ക്ലയൻറ്റിനോട് ഇത് ഇങ്ങനെ ഇത്രയും ടൈം ഇതിലേക്ക് മാറ്റി വെക്കണം, ഇത്രയും ബഡ്ജറ്റ് ഇതിലേക്ക് മാറ്റി വെക്കണം എന്നുള്ള അവരെ കൺവിൻസ് ചെയ്തിട്ട് മാത്രം വർക്ക് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾക്കൊരു ഏജൻസി ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു പാരൻ്റ് കമ്പനി, ഒരു സഹോദര സ്ഥാപനം നമ്മൾക്ക് ഉണ്ടാവുന്നത് എത്രത്തോളം ബെനിഫിറ്റാണ്? ഞാൻ അത് ചോദിക്കാനുള്ള കാരണം ഇവൻഷ്യ എന്നുള്ളത് ഈ കോ-ഫൗണ്ടറും കൂടിയാണ് അഷറഫ് ഖാൻ. അപ്പോൾ ഒരു സഹോദര സ്ഥാപനമാണ്. അപ്പോൾ ഈ ഒരു ഏജൻസി ഉണ്ടായത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇവൻഷ്യൻ്റെ ഗ്രോത്ത് പെട്ടെന്നായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം ഒരു ഏജൻസിൻ്റെ ഒപ്പം തന്നെ ഒരു സ്ഥാപനം കൂടി ഉണ്ടാകുമ്പോൾ എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട്? അത് വിൻ ആയിരുന്നു ആക്ച്വലി. ഞാൻ ഇവൻഷ്യ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ആണെങ്കിലും SEO ആണെങ്കിലൊക്കെ ഞാൻ തന്നെ ആയിരുന്നു ചെയ്തിരുന്നത്. സ്റ്റാർട്ട് ചെയ്ത് ഞാൻ തന്നെ. അപ്പോൾ അതിലൂടെ കിട്ടിയിരുന്ന ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ വന്നതും ഏജൻസി സെറ്റപ്പ് ചെയ്യുന്നതൊക്കെ. പിന്നീടുള്ള യാത്രയിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഇവൻഷ്യനെ ഡിജിറ്റലി ഗ്രോ ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ നമ്മുടെ ക്ലയൻസ് പൊതുവെ ഇവൻ്റ് ചെയ്യുന്ന ക്ലയൻസ് മാർക്കറ്റിങ്ങിലേക്ക് വരും, മാർക്കറ്റിംഗ് ചെയ്യുന്ന ക്ലയൻസ് ഇവൻറ്റിലേക്ക് വരും. അതൊരു വിൻ-വിനായിട്ട് കൊളാബറേറ്റീവായിട്ട് മ്യൂച്വലി ബെനിഫിറ്റ് തന്നെ ആയിരുന്നു തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ ഉള്ള ആദ്യമൊക്കെ പറഞ്ഞാൽ ഒരുവിധം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യും, ഡിജിറ്റൽ മാർക്കറ്റ് ഏജൻസിക്ക് വർക്ക് ഏൽപ്പിക്കും. ഇപ്പോൾ ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളും ചെയ്യുന്നത് അവരെ സ്ഥാപനത്തിൽ തന്നെ, അഥവാ ഇൻ ഹൗസിൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികൾക്ക് എന്തെങ്കിലും ചലഞ്ചസ് വന്നിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ആ ഒരു കമ്പനിക്ക്, ഇപ്പോൾ നമ്മൾ ജനറലി പറയുമ്പോൾ ഒരു കമ്പനിക്ക് ആകെ അവരെ നീഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിനകത്ത് കുറച്ച് ക്രിയേറ്റീവ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അവർക്ക് സെയിൽസ് കൂടേണ്ട ആവശ്യമില്ല. ഇഷ്ടം പോലെ സെയിൽസ്, അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ അവർക്ക് ഒരു നീഡ് ഓഫ് ദ അവർ എന്നുള്ള ആൾക്ക് സോഷ്യൽ മീഡിയ ലൈവായിട്ട് നിലനിർത്തണം. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരു സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റർ, ഒരു കോണ്ടന്റ് ഡെവലപ്പർ ഒന്നും വേണ്ട. അവർക്ക് എന്ത് ചെയ്തു ഡിസൈനറുടെ ഉള്ളിൽ ഇരുത്തിയാൽ മതി. അപ്പോൾ അതിന് പ്രശ്നമൊന്നുമില്ല. ശരിക്കും അവർക്ക് അവരെ നീഡ് അത്രേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത്രയും മതി, പ്രശ്നമൊന്നുമില്ല. സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് നടന്നിട്ട് പോകും. ഇനി അതല്ല, ഒരു ഏജൻസി ചെയ്യുന്ന എല്ലാ വിങ്ങിനകത്തുള്ള വർക്കുകളും ചെയ്യണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വിധം കമ്പനികൾക്കൊക്കെ ഏജൻസിക്ക് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എത്രയും ആളുകളെ നമ്മൾ ഇൻ ഹൗസ് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതല്ല, ലോങ് ടേം വിഷൻ ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇത്രയും നേരം ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് അഷറഫ് ഖാൻ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് പ്ലാൻ ചെയ്യണം എന്നുള്ളത് വന്നത്. അപ്പോൾ ആ ഓക്കേന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഒരു
അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് ഇന്ന് തന്നെ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്തത്. എന്തായാലും ഇതുവരെ സമയം സ്പെൻഡ് ചെയ്തതിനും ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ്. ഓക്കെ, താങ്ക് യു.